ശിവം 4 വയസ്സ്, വിധി 3 വയസ്സ്, അദ്നാൻ 5 വയസ്സ്, ഉസൈദ് 4 വയസ്സ്, ഋഷിക 5 വയസ്സ്, ശ്രേയ 2 വയസ്സ്, ഹിതാംശ 4 വയസ്സ്, വികാസ് 5 വയസ്സ്. ഇങ്ങനെ തുടരുകയാണ് ചുമ മരുന്ന് കഴിച്ച് മരിച്ച കുട്ടികളുടെ പേര് വിവരങ്ങൾ. തൊണ്ടയിൽ കുരുങ്ങുന്ന വേദനയോടെ അല്ലാതെ ഈ പേരുകൾ വായിച്ചു പോകാനും കഴിയില്ല. ഇവിടെ ഈ പറഞ്ഞ പേരുകൾ മാത്രമല്ല, പിന്നെയും 1 ഡസൻ പേരുകൾ കൂടിയുണ്ട്. മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും കുട്ടികളാണ്. ഈ നൂറ്റാണ്ട് മുഴുവൻ ഈ ഭൂമിയിൽ സ്വാഭാവികമായും ജീവിക്കേണ്ടിയിരുന്നവരാണ്. അവരെയാണ് കൊന്നൊടുക്കിയത്. കൊന്നൊടുക്കിയത് എന്ന വാക്ക് ഏറെ ശ്രദ്ധാപൂർവം നന്നായി ആലോചിച്ച് തന്നെ ഉപയോഗിച്ചതാണ്. ചുമ മരുന്ന് കഴിച്ച് കുട്ടികൾ മരിച്ചത് നമ്മുടെ പൊതു സംവിധാനം നടത്തിയ കൊലപാതകമാണ്. ഇത് സംവിധാനത്തിന്റെ വീഴ്ച എന്നു ലഘൂകരിക്കാൻ കഴിയില്ല. വീഴ്ച എന്നൊക്കെ അതിസാധാരണമായ അബദ്ധങ്ങൾക്ക് പറയുന്ന വിശേഷണമാണ്. ഇത് കൊലപാതകം തന്നെയാണ്. കാരണം ഈ മരുന്നിലെ എഥിലീൻ ഗ്ലൈക്കോളും മൂലമാണ് പെയിന്റിനും പ്ലാസ്റ്റിക്കിനും ഒക്കെ ചേർക്കുന്ന മൂലകങ്ങളിൽ കാണുന്ന ഇവ ഒരു കാരണവശാലും മരുന്നിലുണ്ടാകാൻ പാടുള്ളതല്ല. അമിത ലാഭത്തിനായി വില കുറഞ്ഞ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് ഇവ മരുന്നിലേക്ക് എത്തുന്നത്. മദ്യ ദുരന്തമൊക്കെ ഉണ്ടാക്കുന്നതിന്റെ 10,000 മടങ്ങാഘാതമാണ് മരുന്നിലെ മായം ചേർക്കലിലൂടെ ഉണ്ടാകുന്നത്. സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു. ചുമ മരുന്ന് കൊടുത്ത് കുട്ടികളെ കൊല്ലുന്ന നാട്. സെപ്റ്റംബർ 2 മധ്യപ്രദേശിൽ ശിവം എന്ന 4 വയസ്സുകാരൻ മരിക്കുന്നത്. അതൊരു കൊലപാതകമാണെന്ന് കണ്ടെത്തുന്നത് 2 ആഴ്ചയ്ക്കു ശേഷമാണ്. അതിനിടയിൽ അദ്നാനും ഉസൈദും ഋഷികയും ശ്രേയയും വികാസും മരിച്ചു കഴിഞ്ഞിരുന്നു. ആരോഗ്യവകുപ്പ് ഈ പ്രദേശത്തെ വെള്ളത്തിന്റെ ഉറവിടങ്ങൾ പരിശോധിച്ചു. എലികളെയും കൊതുകുകളെയും പിടികൂടി പരിശോധിച്ചു. വവ്വാലുകളെ പിടികൂടി അവയുടെ സാമ്പിളുകൾ ശേഖരിച്ചു. പഴങ്ങളും പച്ചക്കറികളും ഒക്കെയും പരിശോധിച്ചു. ഇതിനൊക്കെ പുറമെ അരിയും ഗോതമ്പും പരിശോധിച്ചു. എല്ലാ പരിശോധനകളുടെയും ഫലം നെഗറ്റീവായിരുന്നു. ഇവയിൽ ഒന്നിലും ജീവനൊടുക്കാൻ പര്യാപ്തമായ ഒന്നും കണ്ടെത്തിയിരുന്നില്ല. ഈ കുട്ടികളുടെ ഒന്നും പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നില്ല. രക്ഷിതാക്കൾ സമ്മതിക്കാത്തതിനാൽ പോസ്റ്റ്മോർട്ടം നടത്തിയില്ല. അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹിതാംശ എന്ന 4 വയസ്സുകാരിയെ പ്രവേശിപ്പിച്ചിരുന്നത് നാഗ്പൂർ മെഡിക്കൽ കോളേജിലായിരുന്നു. അവിടെ നിന്നാണ് ഹിതാംശയുടെ മരണം വൃക്കകളുടെ തകരാറ് മൂലമാണെന്ന റിപ്പോർട്ട് എത്തിയത്. അതേ ദിവസം തന്നെ വികാസ് എന്ന 5 വയസ്സുകാരനും മരിച്ചു. അതും വൃക്ക തകരാർ മൂലമാണ്. ഇതോടെ നടത്തിയ റെനൽ ബയോപ്സിയിലാണ് കാര്യങ്ങൾക്കൊരു വ്യക്തത വരുന്നത്. വികാസിന്റെ മരണത്തിന് പിന്നാലെ ചികിത്സയിലുള്ള 3 കുട്ടികളുടെ ബയോപ്സി നടത്തി. നെഫ്രോൺ ഡാമേജ് എന്നായിരുന്നു ഫലം. വൃക്കകൾക്ക് ഗുരുതര തകരാർ സംഭവിക്കുന്നു. ഈ കുട്ടികൾക്കാർക്കും നേരത്തെ വൃക്ക തകരാറുണ്ടായിരുന്നില്ല. മറ്റ് അസ്വസ്ഥതകളും പ്രകടിപ്പിച്ചിരുന്നില്ല. അതോടെ ഗാംബിയ എന്ന പേര് അധികൃതർക്ക് മുന്നിലേക്ക് ഉയർന്നു വരികയായിരുന്നു. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഗാംബിയയിൽ 3 വർഷം മുൻപ് 70 കുട്ടികളാണ് മരിച്ചത്. ഈ മരണത്തിനുള്ള കാരണം ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ചുമ മരുന്നാണെന്ന് റിപ്പോർട്ട് വന്നു. ഇന്ത്യ അന്ന് അത് ശക്തമായി നിഷേധിച്ചതാണ്. എന്നാൽ ഗാംബിയ നടത്തിയ പരിശോധനകളിൽ മെയ്ഡൻ ഫാർമസ്യൂട്ടിക്കൽസിന് നിർമ്മിച്ചു നൽകിയ 4 മരുന്നുകളിൽ വിഷം കണ്ടെത്തി. പ്രോമി ടാസൻ ഓറൽ സൊല്യൂഷൻസ്, കോഫെക്സ് മാലിൻ ബേബി സിറപ്പ്, മാക്കോഫ് ബേബി സിറപ്പ്, മാഗ്രോഫി കോൾഡ് സിറപ്പ് എന്നിവയിലായിരുന്നു വിഷാംശം. ലോകാരോഗ്യ സംഘടന നടത്തിയ പരിശോധനകളിലും ഈ മരുന്നുകളിൽ എഥിലീൻ ഗ്ലൈക്കോളിന്റെയും എഥിലീൻ ഗ്ലൈക്കോളിന്റെയും സാന്നിധ്യം കണ്ടെത്തി. എന്നാൽ ഇന്ത്യ നടത്തിയ പരിശോധനകളിൽ വിഷാംശം ഒന്നുമില്ല എന്നായിരുന്നു കണ്ടെത്തിയത്. മെയ്ഡൻ ഫാർമസ്യൂട്ടിക്കൽ ഉടമ നരേഷ് കുമാർ ഗോയലിന്റെ വാദങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഗാംബിയയിൽ കുട്ടികളുടെ മാതാപിതാക്കൾ ആരംഭിച്ച നിയമ പോരാട്ടം അതിപ്പോഴും തുടരുകയാണ്. അന്ന് അപകടകരമായ വസ്തുക്കൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് റിപ്പോർട്ട് നൽകിയ അതേ ഇന്ത്യയിലെ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഇത് കണ്ടെത്തിയത്. ഗാംബിയയിലെ കുട്ടികൾ മരിച്ചപ്പോൾ കൈയൊടിഞ്ഞ അതേ സംവിധാനമാണ് ഇപ്പോൾ ഉത്തരവാദിത്തം ഏൽക്കേണ്ടിയും വന്നിരിക്കുന്നത്. ഇത് കൊലപാതകമാണ് എന്ന് തറപ്പിച്ചു തന്നെ ആദ്യം പറഞ്ഞതും എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. ആഫ്രിക്കയിലാണെങ്കിലും ആ കുഞ്ഞുങ്ങളുടെ മരണകാരണം ശരിയാവണ്ണം കണ്ടെത്തിയിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഒരു ദുരന്തം ഉണ്ടാകുമായിരുന്നോ? ആ ചോദ്യം ഇനിയുള്ള കാലത്തെല്ലാം നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. 1 വയസ്സുകാരി സന്ധ്യയും 1.5 വയസ്സുകാരി യോജിതയും ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് മരിച്ചത്. അതിൽ യോജിതയ്ക്ക് സെപ്റ്റംബർ 7 പനി തുടങ്ങിയത്. തൊട്ടടുത്ത ക്ലിനിക്കിൽ നിന്നും മരുന്ന് വാങ്ങി. പക്ഷേ സ്ഥിതി വഷളായി. വൃക്കയ്ക്ക് ഗുരുതരമായ അണുബാധയുണ്ടെന്ന് പിന്നാലെ കണ്ടെത്തി. രക്ഷിതാക്കൾ കുഞ്ഞിനെ നാഗ്പൂരിലെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. മധ്യപ്രദേശിലെ ചികിത്സയിൽ വിശ്വാസം വരാതെയാണ് കൂടുതൽ രക്ഷിതാക്കൾ കുട്ടികളുമായി നാഗ്പൂരിലേക്ക് എത്തിയത്.
അവിടെ എത്തിച്ച കുട്ടികളും പിന്നീടുള്ള ദിവസങ്ങളിൽ മരിക്കുകയായിരുന്നു. ഇതിൽ നിന്നുള്ള പരിശോധനയിലാണ് മരുന്നിലെ മായം കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ മായം കണ്ടെത്തിയത് തന്നെ ഏറെ ദുരൂഹമായ വഴികൾ കടന്നാണ്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ശേഖരിച്ച സാമ്പിളുകളിൽ ഒന്നിലും അപകടകരമായതൊന്നുമില്ലെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ തമിഴ്നാട്ടിലെ നിർമ്മാണ കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിലാണ് അത്യന്തം ആപത്കരമായ കണ്ടെത്തൽ ഉണ്ടായത്. ആ മരുന്നിൽ ഡൈ എഥിലീൻ ഗ്ലൈക്കോൾ 48.6% ഉണ്ടെന്നായിരുന്നു ആ കണ്ടെത്തൽ. കുഞ്ഞുങ്ങളുടെ ജീവൻ എടുക്കാൻ ഇതിൽ 10% മാത്രം മതിയാകും. അതീവ ഗുരുതരമായ ആ കണ്ടെത്തൽ ഇന്ത്യയിലെ എത്ര മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചു? രക്ഷിതാക്കളെ ഭയപ്പെടുത്തേണ്ട എന്ന് കരുതിയാണ് മയപ്പെടുത്തിയത് എന്ന വിശദീകരണവുമായി ആരും ഇനി ഈ വഴി വരരുത്. ഗാംബിയയിൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടപ്പോൾ സമ്മതിക്കാതിരുന്ന തെറ്റ് ഇപ്പോഴും തുറന്നു പറയാൻ മടിക്കുകയാണ് ഇന്ത്യൻ സംവിധാനങ്ങൾ. ഒക്ടോബർ 6 രാവിലെ വരെ 17 കുട്ടികൾ മരിച്ചു എന്നാണ് റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ഇനി ഏതെങ്കിലും ചവറ്റുകൊട്ടയിൽ എറിയുകയാകും നല്ലത്. കാരണം ഇതിന് മുൻപുണ്ടായ നൂറുകണക്കിന് ശിശുമരണങ്ങളുടെ കാരണവും അന്വേഷിക്കുക തന്നെ വേണം. മധ്യപ്രദേശിലും രാജസ്ഥാനിലും മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും ശിശുമരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗാംബിയ 2022 തന്നെ കണ്ടെത്തിയ ആ കാരണം ഇന്ത്യയിൽ വെളിച്ചത്തു വരാൻ 2025 ആകേണ്ടി വന്നു. അപ്പോഴും ആരെങ്കിലും വ്യക്തമായോ മനസ്സിലാകുന്നോ വിധത്തിലോ ഒന്നും പറയുന്നില്ല. മരുന്നിൽ ഔഷധം കൂടുതൽ ഉണ്ടായി എന്ന് വിശദീകരിക്കുന്ന മട്ടിലാണ് ഡൈ എഥിലീൻ ഗ്ലൈക്കോൾ ലേശം കൂടുതലായി പോയി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇത് സർവ്വ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള കൊലപാതകമാണ്. അമിത ലാഭം ഉണ്ടാക്കാനായി വില കുറഞ്ഞ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ സംഭവിക്കുന്നതാണിതൊക്കെ. ഉറുമ്പിനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന DDT മനുഷ്യനിലെ വിരയെ കൊല്ലാൻ ഉപയോഗിക്കരുത് എന്ന് നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം മനുഷ്യന്റെ വൃക്കയും കുടലുമൊക്കെ ദ്രവിച്ചു പോകും. അതുപോലെ തന്നെ അപകടകരമായ പ്രവൃത്തിയാണ് ഈ മരുന്ന് കമ്പനിയും ചെയ്തിരിക്കുന്നത്. ഇവിടെ കുറ്റക്കാർ കെയ്സൺസ് ഫാർമയാണ്. ഇത് പക്ഷേ കെയ്സൺസ് മാത്രം ചെയ്യുന്നതാണ് എന്ന് കരുതാനും വയ്യ. കാരണം ഗാംബിയയിലേക്ക് മരുന്ന് കയറ്റി അയച്ചത് മെയ്ഡൻ ഫാർമസ്യൂട്ടിക്കൽസ് ആയിരുന്നു. ചുമയ്ക്കുള്ള മരുന്ന് വൃക്ക നശിപ്പിക്കുകയാണെങ്കിൽ ആ കമ്പനി ഇനി പ്രവർത്തിക്കാനേ പാടില്ല. ആ കമ്പനിയുടെ നടത്തിപ്പുകാർ നിയമം അനുശാസിക്കുന്ന ഏറ്റവും പരമാവധി ശിക്ഷയ്ക്ക് അർഹരാണ്. ഇപ്പോൾ തന്നെ 17 കൊലപാതകങ്ങൾ രേഖാമൂലം നടന്നിട്ടുണ്ട്. കൂടുതൽ അന്വേഷിച്ചാൽ ഒരു പക്ഷേ ഈ കൊലപാതകത്തിന്റെ എണ്ണം വർദ്ധിക്കുമെന്ന കാര്യത്തിലും ആർക്കും സംശയമില്ല. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.